എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. താര സരുവിനെ കാണാനായിട്ട് വീട്ടിലേക്ക് എത്തുവാണ്. കാരണം സരുവിനുള്ള ഓണക്കോടിയൊക്കെ ആയിട്ടാണ് ഇത്തവണത്തെ വരവ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ശാരി താരേനെ തടയുവാണ്. പക്ഷെ താര അതൊന്നും മൈൻഡാക്കില്ല. താര എന്ത് ചെയ്യുവാണ്, ശാരിയുടെ കൈയും തട്ടി മാറ്റി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ ഉറക്ക വിളിക്കാനായിട്ട് താരയ്ക്ക് പറ്റില്ലല്ലോ, കാരണം സംസാരശേഷി ഇല്ലാത്തോണ്ട് താര നേരെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. ഈ കാഴ്ച കണ്ട് ശാരിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ശാരി പെട്ടെന്ന് എന്ന് അവളെ അങ്ങ് തടഞ്ഞെടുത്തോണം. നീ എങ്ങോട്ടാ കയറി ഇടിച്ചു കയറി പോണേ? അതെ, അവളെ കാണാൻ പറ്റില്ല, അവൾ ഇവിടെ ഇല്ലാന്ന് പറയാണ്. ഇത് കേട്ടും താര പറഞ്ഞു, ഇല്ല എനിക്ക് അവിടെ കാണണം, ഞാൻ കണ്ടോ പോളെന്ന് പറയാം. അവകാശം പറഞ്ഞുകൊണ്ട് വന്നായിരിക്കില്ലേ? അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല. എന്റെ മോളെ കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതേണ്ട കാര്യമില്ല. അവളെ ഞാൻ വിട്ടുതരത്തില്ല. ഇനിയിപ്പൊ നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിട്ടുതരത്തില്ല. നീ വേണേ കോടതി കൊണ്ട് കേസ് കൊടുക്കുക, എന്ത് വേണം ചെയ്തോടി. പക്ഷെ എന്റെ സരിവുമോളെ ഞാൻ വിട്ടുതരത്തില്ലെന്ന് പറയാം. ഇത് കേട്ടാൻ താര പറഞ്ഞു, എനിക്ക് അവളെ ഒന്ന് കണ്ടാ മതി, ഞാൻ ഈ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് പോയിക്കോളാന്ന് പറയണം. പിന്നെ അവളൊരു ഡ്രസ്സും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞോണ്ട് ആ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് പുറത്തേക്ക് വലിച്ചങ്ങോട്ട് എറിയുവാണ്. നാണമില്ലാത്തവള്, നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വരില്ലെന്ന്. വീണ്ടും വേണ്ടു അവളൊരു നാണം ഉളുപ്പില്ലാതെ ഇങ്ങോട്ട് വന്നേക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് ചൂടാവുകയാണ് താരയോട്. ഈ സമയത്ത് കിരൺ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കല്യാണി പോവുകയും ചെയ്തു. കിരണിനാണെങ്കിൽ കരച്ചിൽ വരുവാണോ എന്താണെന്ന് അറിയത്തില്ല. ഇനിയിപ്പൊ കല്യാണി അവിടെ എത്തിയാൽ മാത്രം ഒരു സമാധാനം ആവത്തുള്ളൂ. ഒരു പക്ഷേങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു പക്ഷെ കല്യാണി അടുത്തുണ്ടായിരുന്നപ്പോ ഇത്ര വിഷമമില്ലായിരുന്നു. പക്ഷെ കല്യാണി അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾക്കും അതേപോലെ തന്നെ വിഷമമായിരിക്കും. ഇപ്പം അവിടെ എത്തി സുഖമായിട്ടിരിക്കുന്നൊന്ന് വിളിച്ചാൽ മാത്രമേ ഇനി സമാധാനമുള്ളൂ. എന്നാലും അവൾ അടുത്തില്ലെന്ന് ഓർത്തോണ്ട് വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് ദീപയുടെ കോള് വരുന്നത്. കോൾ എടുത്തിപ്പം കിരണിനോട് ചോദിച്ചല്ല മോള് പോയ മോനെന്ന് ചോദിക്കണം. പോയമ്മേന്ന് പറയാണ്. അല്ല അമ്മ എന്താ വിളിച്ചേ? അല്ല ഞാൻ പോയെന്നറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറയണം. ശരിയെന്നും പറഞ്ഞ് ഫോൺ വെക്കുവാണ്. പിന്നീട് കിരൺ നേരെ വീട്ടിലേക്ക് പോവാ. ഈ സമയത്ത് ചന്ദ്രസേൻ രൂപയോട് പറഞ്ഞു, അല്ല താരയോടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, താരയോടെ ഞാൻ അപ്പോഴേ പറഞ്ഞതാ അങ്ങോട്ട് തന്നെ കയറി പോകണ്ടാന്ന്. ഒരു പക്ഷേങ്കില് അവിടെ ചെന്ന് എങ്ങനെ പ്രതികരണം അറിയത്തില്ല. കല്യാണി ഉണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു, കല്യാണിയും കൂടെ അങ്ങോട്ട് പോയാനും. പക്ഷെ ഇതിപ്പം തന്നെയല്ലേ കയറി പോയിരിക്കുന്ന ചോദിക്കുക. ഈ സമയം രൂപ പറഞ്ഞു, അത് അപകടമാണ്, അവിടെ തന്നെ ചെന്ന് കയറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ രാഹുൽ എന്ന് പറയുന്ന എന്റെ ആങ്ങളെ അവിടെ കാണുമായിരിക്കും. അവനവിടെ ഉണ്ടെങ്കിൽ എന്നും ചെയ്യാൻ മടിക്കാത്തവനാന്ന് പറയാ. ഇത് കേട്ടൻ ചന്ദ്രസേനൻ പറഞ്ഞു, അവനെന്നും ചെയ്യൂന്ന് എനിക്ക് തോന്നില്ല, പക്ഷെ പറയാൻ പറ്റില്ല. അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടല്ലോ അവനെ എന്തു ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാ. ഈ സമയം രൂപ പറഞ്ഞു, എന്തേലും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഏട്ടാന്ന് ചോദിക്കുക. അതൊക്കെ ശരി തന്നെയാ, ഒന്ന് ഓർത്ത് വയ്ക്കേ. സ്വന്തം കുഞ്ഞിനെങ്കിലും കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ജീവിതവും തകർന്നു, കുഞ്ഞിനെങ്കിലും കിട്ടുവാണ് ആ സമാധാനത്തോടെ താര കഴിഞ്ഞേനെ. പക്ഷെ അതുപോലും ഇല്ലാത്തൊരു അവസ്ഥയാക്കി കളഞ്ഞില്ലേ രാഹുൽ എന്ന് പറഞ്ഞ ദുഷ്ടൻ. ഇത് കണ്ടോ, അവൻ അതിനുള്ള ശിക്ഷ ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറയാം. ഈ സമയം രൂപ പറഞ്ഞു, എത്രയൊക്കെ എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും എന്റെ ആങ്ങള് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചന്ദ്രേട്ട. നന്നാവനാണെ പണ്ടേ നന്നായനും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അതുപോലെ തന്നെയാണ് ഒരാള് കിട്ടിയിരിക്കുന്നത് തന്നെ. നല്ല ഒന്നാം തന്നെ ഒരു ഭാര്യനെയല്ലേ കിട്ടിയിരിക്കുന്നേ. ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞു കണക്കാം. ഇപ്പൊ സത്യങ്ങളൊക്കെ അറിയാവുന്നോണ്ട് കുറച്ച് ഒതുങ്ങി നിൽക്കുക ഷായി. പക്ഷെ അത് എത്ര കാലത്തേക്കാന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോ താര അങ്ങോട്ട് ചെന്നിപ്പോ അവിടെ വല്ല പ്രശ്നം ഉണ്ടാവുമോ, അതെനിക്ക് നല്ലൊരു ഭയമുണ്ട്. അപ്പൊ നമുക്കുള്ള അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ എന്ന് പറയാം. രൂപ പറഞ്ഞു, അത് ശരിയാണ്, പക്ഷേങ്കിലേ ഒന്നും ഉണ്ടാവാൻ വഴിയൊന്നുമില്ല. താരം മിക്കവാറും അവിടെ ചെന്ന് ആ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് പോഴത്തുള്ളൂ, വാങ്ങിക്കത്തൊന്നും ഇല്ലായിരിക്കും. എന്നാലും അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നോളും, എന്തായാലും കുഴപ്പമില്ലെന്ന് പറയാം. ഈ സമയം ചന്ദ്രസേനൻ പറഞ്ഞ്, സൂക്ഷിക്കണം, കണ്ണടച്ച് അവരെ ഒറ്റ വിശ്വസിക്കാൻ പാടില്ല. കല്യാണിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരാശ്വാസമായിരുന്നു. ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോവണ്ടാന്ന്, എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞ അനുസരിക്കണ്ടേന്ന് ചന്ദ്രസേനൻ രൂപയോട് പറയാണ്. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന് നിൽക്കുവാണ് ശരി. കാരണം ഇപ്പോഴെങ്ങാനും സരീവോ മനോഹർ ആരെങ്കിലും വന്നിട്ടുണ്ടോ അതോടുകൂടി തീർന്നു, അവര് പുറത്തു പോയേക്കുവാ. അങ്ങനെ പുറത്തു പോയിട്ട് അങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ഇവളെന്താ വിളിച്ചു പറയാനെന്ന് അറിയത്തില്ല. ഇനിയിപ്പം തന്റെ മരുമോൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. നാണക്കേട് ഇതിൽ പരം വല്ലതും വരാനുണ്ടോ? അങ്ങേർക്കൊന്നും അറിയണ്ടല്ലോ, അങ്ങേർക്ക് അങ്ങോട്ട് കയറി ഇരുന്നാ പോരെന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലിന്റെ മനസ്സിൽ ചീത്ത പറയണം. പിന്നീട് താര എന്ത് ചെയ്യണം, മുകളിലേക്ക് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് പെട്ടെന്ന് ശാരിയെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. നിന്നോടല്ലേടി പറഞ്ഞേ, നിനക്കെന്താ ഒട്ടും പറഞ്ഞാൽ മനസ്സിലാവുകയും ചോദിച്ചാൽ കയ്യെ പിടിച്ചങ്ങോട്ട് വലിച്ച് അങ്ങോട്ട് മാറ്റി വിടുവാണ്. പക്ഷേങ്കിൽ ആ മാറ്റി വിട്ടത് ഇച്ചിരി ശക്തി കൂടിപ്പോയി. ആ ശക്തി പോയി തലയിടിച്ച് വീടുവാണ്. തലയിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിഗ്രഹം പോലെ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്കാണ് അങ്ങോട്ട് പോയി തലയിടിക്കുന്നത്. ആ പ്രതിമയിലേക്ക് പോയി തലയിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ താഴേക്ക് താര വീടുവാണ്. ബോധം കിട്ടുപോയി താര. തലയ്ക്ക് ഒരു
ഇതുമില്ലായിരുന്നു. ഈ കാഴ്ച കണ്ടത് ഒരു നിമിഷം ആദ്യം ശാരി ഓർത്തു, ഏയ് ഒന്നും പറ്റി കാണത്തില്ല, വെറുതെ വീണായിരിക്കുന്നു. പിന്നീടാണ് പോയി തലയടിച്ച കാര്യം ഓർമ്മ വരുന്നേ. ആ സൗണ്ടും കേട്ടല്ലോ. എന്ത് ചെയ്യണമെന്നറിയില്ല ശാരിക്ക്. ഓടി വന്ന് ശാരി നോക്കിക്കഴിഞ്ഞപ്പോ ബോധമില്ലാതെ കിടക്കുക. എന്റെ ഭഗവാനെ, എന്തേലും സംഭവിച്ചു കാണോ? എങ്കിൽ താൻ ഇനിയിപ്പം കൊലപ്പുള്ളിയായിട്ട് അകത്തേക്ക് പോകത്തുള്ളൂ. അറിയാതെ പറ്റിപ്പോയതാ, ഒരു നിമിഷത്തെ ആ ഒരിതില് വെപ്രാളത്തിൽ കാണിച്ചു പോയതാ. ഇങ്ങനെയാവുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തേലും എത്രയും പെട്ടെന്ന് ചെയ്തേ മതിയോളൂ. ഇവിടെ എങ്ങോട്ടേലും വലിച്ചുകൊണ്ട് പോയി മാറ്റിയിടണം. അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും കണ്ടാല് അതോടുകൂടി തീർന്നു. ഇനിയിപ്പോ സരിവ് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിലോ തന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയായി പോയി ശാരിക്ക്. ഈ സമയത്ത് മനോഹറും സരയും കൂടെ അങ്ങോട്ട് വരുമായിരുന്നു. ശാരി പെട്ടെന്ന് ശാരി പെട്ടെന്ന് അവിടെയുള്ള അങ്ങോട്ട് പതുക്കെ മുറിലേക്ക് വലിച്ചുകൊണ്ട് അങ്ങോട്ട് മാറ്റിയിടുവാണ്. ഇനിയിപ്പോ ഇവിടുന്ന് മാറ്റണം. ഇതുവരെയായിട്ടും ബോധം വീണിട്ടില്ല. ദൈവമേ, വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ടെൻഷനാണ്. അപ്പം മനോഹറും സരയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശാരി ഇങ്ങനെ ആകപ്പെടെ വെപ്രാളപ്പെട്ട് നിൽക്കുക. എന്താമ്മേ, അമ്മയുടെ മുഖത്ത് എന്തായാലും വിഷമം നിൽക്കുകയാണ്. ഏയ് ഒന്നുമില്ല, അത് മോൾക്ക് തോന്നുന്നു പറയണേ. എന്തോ കാര്യമായിട്ടുണ്ട്. അത് അമ്മയുടെ മുഖം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമം ഇല്ലാന്ന് പറയാ. ഈ സമയം മനോഹർ നോക്കി, എന്തോ ഒരു കള്ളത്തരം ആന്റിയുടെ മുഖത്തുണ്ട്. പക്ഷെങ്കിൽ എന്താന്ന് തുറന്നു പറയുന്നില്ല. കുഴപ്പമില്ല, എന്താണെന്നും കണ്ടുപിടിച്ചോളാം, നീ വാ സരിവെന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അവളെ കൊണ്ട് സരുവിനെ കൊണ്ട് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്തല്ല ശാരിയുടെ ഉള്ളിൽ തീയ. എന്റെ ഭഗവാൻ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവിടെ ഇവിടുന്ന് മാറ്റണമെങ്കിൽ ധീമേ ബോധം വരുവോ? ഇനിയിപ്പോ ബോധം കെട്ടു പോയതാണോ അതോ മരിച്ചെങ്ങാനും പോയോ? മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. താൻ ഇനി എന്ത് ചെയ്യും? അകത്ത് പോയി കിടക്കണമല്ലോ. ആരോട് ഇതൊന്നും പറയാൻ പറ്റും? ആരോടും പറയാൻ പറ്റില്ല. ആ രാഹുൽ എന്ന് പറഞ്ഞ തന്റെ ഭർത്താവിനോട് പറഞ്ഞ അതോടുകൂടി തീർന്നു. അല്ലെങ്കിൽ അയാളോട് എന്തിനു പറയണേ? അയാൾ കാരണല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അയാളൊന്ന് സത്യസന്ധത കാണിക്കുമായിരുന്നെങ്കിൽ തനിക്ക് എന്നീ കുടുക്കി ചെന്ന് ചാണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഈ സമയത്ത് മനോഹർ മുറിയിലേക്ക് എന്നിട്ട് സരവണയോട് പറഞ്ഞു, അമ്മയ്ക്ക് എന്തോ മുഖത്തിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ മോളെ എന്ന് പറയണ. അത് ശരിയാ, ഞാൻ ശ്രദ്ധിച്ചു. ഒരു പക്ഷെ അച്ഛന്റെ കാര്യം ഓർത്തിട്ടായിരിക്കും മനുവേട്ടാ. ഈ സമയം മനോഹർ പറഞ്ഞു, അതൊന്നുമല്ല, പക്ഷെ അമ്മയ്ക്ക് വേറെ എന്തോ ഒരു സംഭവം ഉണ്ട്. അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ ഉണ്ടെന്ന് പറയാണ്. അത് ചിലപ്പോ തോന്നുന്നായിരിക്കും. ബാ, മനുവേട്ടൻ വരാനും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ് അങ്ങോട്ട്. അങ്ങനെ രാത്രിയാൻ വേണ്ടി ശാരി കാത്തിരിക്കുവാണ്. രാത്രിയാ കഴിഞ്ഞ ശാരി ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ഇവിടെ ഈ ബോഡി ഇവിടെ ഇട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇത് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാൽ മതിയുള്ളൂ. പക്ഷെ തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എങ്ങനെ ഇത് ഒരിടത്തേക്ക് ചുമന്നു കൊണ്ടായിരുന്നു പറ്റില്ല. അപ്പൊ അത്ര സമയമായിട്ട് ബോധം വീണിട്ടില്ല. അപ്പൊ തലയ്ക്ക് നല്ല അടിയാണ് ഏറ്റിരിക്കുന്നത്. പക്ഷെ ശാരി വിചാരിച്ചിരിക്കുന്നത് മരിച്ചു പോയെന്നുള്ള ചിന്തയിലായിരുന്നു ശാരിയുടെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പൊ ആരോടും പറയാനും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും വലിച്ച കാറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കാറിനകത്ത് കയറ്റി എവിടെയെങ്കിലും കൊണ്ട് തള്ളിയിടുവോ, അങ്ങനെ എന്തേലും ചെയ്യാം. പിന്നെ തനിക്ക് കുഴപ്പമില്ലല്ലോ, തന്റെ വീട്ടിലേക്ക് വന്നതിനുള്ളതിന് ഒരു തെളിവില്ലല്ലോ, അതോടുകൂടി സമാധാനമാവും. ആ ഒരു ചിന്തയായിരുന്നു ശാരിയുടെ ഉള്ളിലുണ്ടായിരുന്നത്. അങ്ങനെ ശാരി എന്ത് ചെയ്യണം, ഇരട്ട് വീണ് എല്ലാവരും മുറിക്കുള്ളിലായി കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ താരനെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ട് വരുവാണ്. ഇനി ഇവിടെ എങ്ങനെയല്ലെന്ന് കാറിന്റെ അടുത്തോടെ എത്തിക്കണം. അപ്പോഴാണ് മനോഹർ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. മനോഹറെ കണ്ടതും ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഞെട്ടിത്തെറിച്ചിരിക്കുവാണ് ശാരി. ശാരിക്കാണെങ്കിൽ ഓടണോ നിൽക്കണോ എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം താര മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ, താരയ്ക്ക് എന്ത് സംഭവിച്ചോന്നൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.